കാവ്യഭംഗിയാർന്ന ഗാനങ്ങൾ മാത്രമല്ല, കഥാമൂല്യവും ജനപ്രീതിയും ഒത്തിണങ്ങിയ അനേകം ചലച്ചിത്രങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് ശ്രീകുമാരൻ തമ്പി. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ ഇത്ര കയ്യൊതുക്കത്തോടെ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ച ചലച്ചിത്രകാരന്മാർ കുറവ്. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളും ആ സിനിമകളിൽ പ്രേക്ഷകൻ കണ്ടു. സാധാരണ മനുഷ്യരുമായി എളുപ്പം താദാത്മ്യം പ്രാപിക്കാൻ കഴിവുള്ളവരായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ. സ്വാഭാവികമായും ആ കഥാപാത്രങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർക്ക് പ്രയാസമുണ്ടായില്ല. എൻ്റെ ആദ്യ നോവലായ കാക്കത്തമ്പുരാട്ടി പുസ്തകമാകുന്നതിന് മുമ്പ് തന്നെ സിനിമയാക്കാൻ ഒരു ശ്രമം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ മെല്ലാൻ സ്റ്റുഡിയോയുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത്. വി സുബ്രഹ്മണ്യ മുതലാളിയോട് ആരോ ഈ നോവലിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജനയുഗം ഓണം വിശാഖപ്രതിയിൽ വന്ന പൂർണ്ണ നോവലായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കഥാകൃത്തായിട്ടാണ് ഞാൻ വരുന്നത് ആദ്യം സിനിമയിൽ. പക്ഷേ അത് നടന്നില്ല, അത് സമരം നടന്നില്ല. കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമുണ്ടായില്ല, അപ്പോൾ അത് നടന്നില്ല. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ കൂട്ടത്തിൽ ഞാൻ ഒരു 6 പാട്ടുകൾ ഒരു സന്ദർഭം ഉണ്ടാക്കി അവിടെ പാട്ടുകൾ എഴുതി വെച്ചു. ആ പാട്ടുകൾ വായിച്ചപ്പോഴാണ് സുബ്രഹ്മണ്യ മുതലാളിക്ക് എൻ്റെ പാട്ട് കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കഥ ഞാൻ എടുക്കണമെങ്കിൽ കഥയിൽ ഞാൻ പറയുന്ന മാറ്റം വരുത്തണം, അല്ലാതെ നിങ്ങൾ മാറ്റം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങളുടെ പാട്ട് രചനാ രീതി എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ കാണുന്ന ഒരു വ്യത്യസ്തത, ഇത് പി ഭാസ്കർ എഴുതുന്ന പോലെയല്ല, വയലാർ എഴുതുന്ന പോലെയല്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഫിലോസോഫിക്കൽ ടച്ച്, അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരു ഫിലോസോഫിക്കൽ ടച്ചുള്ള ഈ വരികൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നീട് അദ്ദേഹം കാട്ടുമല്ലിയിൽ എനിക്ക് പാട്ടുകൾ എഴുതാൻ അവസരം തന്നു. അങ്ങനെയാണ് ഞാൻ ഗാനരചയിതാവായിട്ട് സിനിമയിൽ വരുന്നത്. ഗാനരചയിതാവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള ഒരു ഭൂമിക തയ്യാറായി. എനിക്ക് സിനിമയിൽ ഞാൻ വന്നു. അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടത്താൻ സാധിക്കും. അപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങി പടം ഡയറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇതിനെല്ലാം കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലൊരു മാതൃക കലാകാരൻ പി ഭാസ്കരനായിരുന്നു. ഭാസ്കർ മാസ്റ്ററുടെ കവിതകളും ഭാസ്കർ മാസ്റ്ററുടെ പാട്ടുകളും കേൾക്കുമ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ കാണുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഒരു ഭാസ്കർ മാസ്റ്ററെ പോലെ ആയിക്കൂടാ എന്നുള്ള അങ്ങനെ അത് ഇപ്പം മനസ്സുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഗുരുവായിട്ട് കണ്ടിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത്. 73 ഒക്ടോബറിലാണ് ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങുന്നത്, 1973. അതായത് ചന്ദ്രകാന്തം എന്ന എൻ്റെ സിനിമ. അപ്പോൾ ചന്ദ്രകാന്തത്തിന് പ്രൊഡ്യൂസർ ഡയറക്ടർ തീരുമാനിച്ചപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രധാന ഒരു പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം, ആര് മ്യൂസിക് ഡയറക്ടർ ആവുന്നു, അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ഒരു ടീമായിട്ട് നിൽക്കുകയാണ്, ശ്രീകുമാരൻ തമ്പി അർജുന ഒരു ടീമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അർജുന മാഷ് കൊടുക്കുമോ, പിന്നെ സ്വാമിക്ക് കൊടുക്കുമോ? അത് എൻ്റെ ആദ്യ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ബാബുക്കയാണ്, MS ബാബുരാജാണ്, അദ്ദേഹത്തിന് കൊടുക്കുമോ? അപ്പോൾ ആ സമയത്ത് ഞാനും ദേവരാജ മാസ്റ്ററും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ദേവരാജ മാസ്റ്ററുടെ പേര് വന്നില്ല, ഓർത്തില്ല. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല ആ സമയം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, പലപ്പോഴും നടക്കാത്ത കാര്യമാണ്, ചന്ദ്രകാന്തം എൻ്റെ പ്രോജക്റ്റ് തന്നെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞ് ഡിസ്ട്രിബ്യൂഷനായി. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സൈൻ ചെയ്തിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ അത് പി ബാൽത്തസാർ എന്ന് പറയുന്ന ഒരു ന്യൂ കൺസ്ട്രക്ഷൻ കമ്പനി ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ പ്രോജക്റ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം, എനിക്കിഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ബാൽത്തസാർ എന്നോട് പറയും, നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ആരെ മ്യൂസിക് വെക്കുന്നു, ഇപ്പോൾ സ്വാമിയെ വെക്കുമോ, പിന്നെ അർജുനെ വെക്കുമോ, അതോ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആർ കെ ശേഖറിന് വെക്കും, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലെന്ന്. അപ്പോൾ നമ്മൾ ഇത് ഇവരാരും വേണ്ട, നിങ്ങൾ ലങ്കാദഹനം ടീം, നിങ്ങൾക്ക് വളരെയധികം പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റല്ലേ, അത് ലങ്കാദഹനുണ്ട്, MS ഉഷാന് മ്യൂസിക് വെച്ചാൽ മതി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറുടെ അത് ശരിക്കും പറഞ്ഞാൽ അതും അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു റിച്ചാകാൻ വേണ്ടിയിട്ട് MS ഉഷാനെ വെക്കണം. അങ്ങനെയാണ് ഞാൻ വിശ്വമായിട്ട് പോയി കാണുന്നത്, അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ നിന്നുള്ള ഒരു പാട്ട് എടുക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വട്ടിനോട് പറഞ്ഞത്, ഇതൊരു കവിതയാണ്, മലയാള കവിതയാണിത്. ഇത് നമ്മൾക്കൊരു ഗസൽ ഛായയിൽ ചെയ്യണം. എന്നുവെച്ചാൽ ഗസലല്ല, പക്ഷേ അതായത് ഗമകങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ചുള്ള ഗമകങ്ങൾ മാറ്റി ആവർത്തിക്കുക, അങ്ങനെ ആവർത്തിച്ച് പാടുക,
ഗസൽ ശൈലി രീതി അങ്ങനെ വെച്ചൊരു അപ്പോൾ തന്നെ അത് പെട്ടെന്ന് പുള്ളി പറഞ്ഞു ഞാനൊരു കാര്യം കല്യാണി രാഗം യമൻ ചെയ്യാം, യമനിൽ ചെയ്യാം ഞാൻ കല്യാണി രാഗം തന്നെ, നോർത്ത് ഇന്ത്യ യമൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പല്ലവി ചെയ്തത്. പല്ലവി അതൊറ്റ ട്യൂണേ ചെയ്തിട്ടുള്ളൂ. രണ്ടാമതൊന്നും ഞാൻ ഈ ആശയം കൊടുത്തു, അത് അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു ഇത് യമൻ നന്നായിരിക്കും. അങ്ങനെ ട്യൂൺ ചെയ്താണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന. അതിന് യാതൊരു മാറ്റമില്ല, ആദ്യം ഇട്ട ട്യൂണാണ്. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി സാറുടെ തന്നെ 1001 ഗാനങ്ങളടങ്ങിയ ഹൃദയ സരസ് എന്ന പുസ്തകത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി കോട്ട് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. ഇനി ഏതോ ജന്മത്തിൽ മലയാണ്മ മറ്റൊരു എഴുത്തുകാരനെ ഗർഭം ധരിച്ച് പ്രസവിക്കേണ്ടിയിരിക്കുന്നു, ഇതിലും മനോഹരമായ ഒരു ഗാനം വരാൻ. ജാനകിയമ്മ പാടി പാട്ടിന് ശേഷം അത് യേശുദാസൂടെ പാടി നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവരുടെ വിവാഹം കഴിച്ചതിന് ശേഷം ഈ പ്രേംനസീറും ജയഭാരതി, അതായത് ജ്യേഷ്ഠനും പിന്നെ ഭാര്യയായി മാറിയ കാമുകിയും അവരുടെ ഒരു മധുവിധു ചിത്രീകരണത്തിന് ആണ് ഈ പാട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരഭിതൻ പദമായി, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരഭിതൻ പദമായി. ദാഹിക്കുമെൻ ജീവതന്തുക്കളിൽ നവ്യഭാവമരന്തം വിതുമ്പി, ദാഹിക്കുമെൻ ജീവതന്തുക്കളിൽ നവ്യഭാവമരന്തം വിതുമ്പി. താഴ്വരയിൽ നിന്റെ പുഷ്പതൽപ്പങ്ങളിൽ താരാട്ടുപാട്ടായൊഴുകി, ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾക്കെൻ്റെ താളം പകർന്നു ഞാൻ നൽകി, താളം പകർന്നു ഞാൻ നൽകി. അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി.